നൗഷാദ്, നമ്മളിപ്പോ UDF-ന്റെ സീറ്റ് ഷെയറിങ്ങും സ്ഥാനാർത്ഥി നിർണയവുമാണ് അന്തിമമാകാനുള്ളത് അല്ലെങ്കിൽ പ്രഖ്യാപിക്കാനുള്ളത്. നോക്കൂ, ഇപ്പോൾ CPM 15 സീറ്റിലാണ് മത്സരിക്കുന്നത്. അവരുടെ സാധ്യതാ സ്ഥാനാർത്ഥി പട്ടിക അനുസരിച്ച് അവരുടെ 15 സീറ്റിൽ 4 സീറ്റ് മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കാണ്. കോൺഗ്രസ് 16 സീറ്റിൽ മത്സരിക്കുന്നു. കോൺഗ്രസിന് മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്ന് പ്രാതിനിധ്യം എവിടെ? മുസ്ലിം ലീഗ് 1 സീറ്റ് കൂടി കൂടുതൽ ചോദിച്ചു, കൊടുത്തില്ല. നോക്കൂ, കഴിഞ്ഞ തവണ എല്ലാവരും സമ്മതിക്കുന്നു, കഴിഞ്ഞ തവണ കോൺഗ്രസിനെ ജയിപ്പിച്ചതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം കേരളത്തിലെ മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകളുടെ കൺസോളിഡേഷൻ ആണ്. പക്ഷേ കോൺഗ്രസിന് സ്വന്തം സ്ഥാനാർത്ഥി പട്ടികയിൽ ആ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് ഒരാൾ പോലും ഇല്ലാതെ വീണ്ടും മത്സരിക്കാൻ കഴിയുന്നു. നിങ്ങൾ കേരളത്തിലെ ന്യൂനപക്ഷ വോട്ടുകളെ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് എടുക്കുകയാണ്. എല്ലാ കാലത്തും എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ന്യൂനപക്ഷങ്ങൾ കൂട്ടത്തോടെ വന്ന് നിങ്ങൾക്ക് കുത്തി നിങ്ങളെ ജയിപ്പിക്കണമെന്നുണ്ടോ? അഭിലാഷ് പറഞ്ഞ ചോദ്യത്തിന് ഞാൻ മറുപടി പറയാം കൃത്യമായിട്ട്. പക്ഷേ ഞാൻ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കേരളത്തിൽ ഒരു ചരിത്രം നിങ്ങൾ പരിശോധിക്കുമ്പോഴേ, ഇവിടെ ഒരു 971 തൊട്ടുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ നിങ്ങൾ എടുക്കുക. 2004 മാത്രമാണ് കോൺഗ്രസിനൊരു തിരിച്ചടിയോ പരാജയമോ ഉണ്ടായത്. ഇവിടെ 980-ൽ കോൺഗ്രസിലെ ഒരു വിഭാഗവും മുസ്ലിം ലീഗിലെ ഒരു വിഭാഗവും LDF-ന്റെ കൂടെ ഉണ്ടായിരുന്ന കാലത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും UDF 9 സീറ്റ് കേരളത്തിൽ നേടിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ചരിത്രം അത്തരത്തിലാണ് കേരളത്തിൽ പ്രത്യേകിച്ചുള്ളത്. പിന്നെ ഇവിടെ നേരത്തെ പറഞ്ഞു 977-ലെ 89-ലേക്ക് കാര്യം ഇവിടെ ശ്രീ സമ്പത്ത് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. 977-ല് സോഷ്യലിസ്റ്റ് പാർട്ടികളും സംഘടനാ കോൺഗ്രസും അതുപോലെ തന്നെ RSSന്റെ ജനസംഘവും ലയിച്ചു ചേർന്ന ജനതാ പാർട്ടിയും CPM-ഉം സഖ്യം ചെയ്താണ് ഇന്ത്യ രാജ്യത്ത് മത്സരിച്ചത്. അതായത് ലയിച്ചു ചേരുകയാണ് RSSന്റെ കൂടെ സംഘടനാ കോൺഗ്രസ്, സോഷ്യലിസ്റ്റ് പാർട്ടികൾ. അവരെ പുണർന്നാണ് CPM മത്സരിച്ചത്. കേരളത്തിൽ അന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഉദുമയിൽ KG മാരാരൊക്കെ ആയിരുന്നു ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി. അത് കഴിഞ്ഞ് 89-ൽ വന്നപ്പോഴും സംഘടനാ കോൺഗ്രസിന്റെ നേതാവാണ് ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ്. ഏതാ? അന്നത്തെ സംഘടനാ കോൺഗ്രസിന്റെ നേതാവാണ് ഇന്നത്തെ KPCC പ്രസിഡന്റ്. നിങ്ങൾ അന്നത്തെ സംഘടനാ കോൺഗ്രസിന്റെ അദ്ദേഹത്തിന്റെ പദവി ഏതാണെന്നും അദ്ദേഹത്തിന്റെ പദവി ഏതാണെന്നും നിങ്ങളത് പറഞ്ഞു. അന്ന് സംഘടനാ കോൺഗ്രസ് ഞാൻ പറഞ്ഞുതരാം. അന്ന് K വരദരാജൻ നായരും പിന്നെ അപ്പുറത്ത് പിന്നെ കാമരാജിൻ്റെ അനുയായികളൊക്കെയാണ് തമിഴ്നാട്ടിലുണ്ടായിരുന്നത്. നിങ്ങൾ അത്തരത്തിലൊക്കെ പറഞ്ഞിട്ട് ഒരു രാഷ്ട്രീയത്തെ നിങ്ങൾ ചെറുതാക്കണ്ട. അങ്ങനെയാണെങ്കിൽ അങ്ങനെ പല ആളുകളും ഉണ്ടായിരുന്നു. അങ്ങനെ പല ആളുകളും ഇന്ന് പല പാർട്ടികളിലുമുണ്ട്. ഇപ്പൊ ഞാൻ ഇന്നത്തെ ഒരു കാര്യം, ഇന്നത്തെ പൊളിറ്റിക്സ് ഞാൻ ചോദിക്കട്ടെ. ഞാൻ പറയാം, അല്ല 77-ലെയും 89-ലെയും സെനാരിയോ പറഞ്ഞത് ഇവിടെ ശ്രീ സമ്പത്ത് പറഞ്ഞത് ഞാൻ മനസ്സിലാക്കിയത്, അന്ന് പോലും വിവിധ കക്ഷികളെ സംബന്ധിച്ച് ഇങ്ങനെ 400-ലധികം സീറ്റുകളിൽ കോമൺ സ്ഥാനാർത്ഥികളെ നിർത്താനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് ഇന്ത്യ മുന്നണി രൂപീകരിച്ചതിന് ശേഷം ഇന്ത്യ രാജ്യത്ത് 400-ലധികം സീറ്റുകളിൽ പൊതു സ്ഥാനാർത്ഥികളെ, അതായത് CPM-നും ആം ആദ്മി പാർട്ടിക്കും കോൺഗ്രസിനും സമാജ്വാദി പാർട്ടിക്കും എല്ലാം കൂടി പിന്തുണയ്ക്കാൻ കഴിയുന്ന കോമൺ സ്ഥാനാർത്ഥികളെ, അതായത് രാഹുൽ ഗാന്ധി വോട്ട് ചെയ്യുന്നത് ചൂലിനാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ. ആ തരത്തിലുള്ള ഒരു കാര്യം ഉരുത്തിരിഞ്ഞു വന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൽ താങ്കൾ വിഷമിക്കേണ്ട കാര്യം എന്താ? നല്ലതല്ലേ? അല്ല അദ്ദേഹം അതല്ല പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് CPM ബംഗാളിലും കേരളത്തിലൊന്നും മത്സരിക്കാതിരിക്കുന്നതിന് സമാനമായൊരു ന്യായം, ഇന്ത്യ മുന്നണിയുടെ കൂടെ ചേരാത്തതിന് സമാനമായൊരു ന്യായമാണ് അദ്ദേഹം പറഞ്ഞത്. 77-ലും 89-ലൊന്നും നടന്നിട്ടില്ല, പിന്നെ ഇപ്പം നടക്കാത്തത് വലിയ വിഷയമല്ലല്ലോ എന്നർത്ഥത്തിലാണ് അദ്ദേഹം പറഞ്ഞത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ഞാൻ അദ്ദേഹം പറഞ്ഞതിന്റെ ഒരു വ്യാഖ്യാനങ്ങളിലേക്കല്ല ഞാൻ പോകുന്നത്. നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഇന്നിപ്പോ ഒറ്റ സെക്കൻഡ് ഞാൻ പറഞ്ഞതുപോലെയാണോ അദ്ദേഹം പറഞ്ഞതുപോലെയാണോ ഉദ്ദേശിച്ചത്? ഇത് രണ്ടുമല്ല ഞാൻ പറഞ്ഞത്. അതായത് തെരഞ്ഞെടുപ്പിലെ വിജയം എന്നുള്ളത്, തെരഞ്ഞെടുപ്പിലെ പോരാട്ടത്തിൽ നമ്മൾ 1 സീറ്റ് 1 കാൻഡിഡേറ്റ് എന്നുള്ളതിന് ഞാനീ പറഞ്ഞ എന്താ മറുഭാഗത്ത് നിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. മറുഭാഗത്ത് ഇന്ത്യ മുന്നണിക്ക് എതിർഭാഗത്ത് നിൽക്കുന്നവർ അവർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇപ്പോൾ ശിവശങ്കർ ഉൾപ്പെടെയുള്ള സുഹൃത്തുക്കൾ രാഷ്ട്രീയമായി എതിർചേരിയിൽ നിൽക്കുന്നവർ ചോദിക്കുന്നവർ, നിങ്ങൾ എല്ലാ മണ്ഡലത്തിലും ഒറ്റ സ്ഥാനാർത്ഥിയെ, അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ വീതം നിങ്ങൾക്ക് നിർത്താനായി ഇപ്പോഴും കഴിയുന്നില്ലല്ലോ എന്നുള്ളത്. NDAക്ക് മുമ്പ് കഴിഞ്ഞിട്ടില്ല, അത് വേറൊരു കാര്യം. മത്സരിക്കുമ്പോൾ അവരുടെ സഖ്യകക്ഷികൾ തന്നെ അവർക്കെതിരായി റിബലായി മത്സരിച്ചിട്ടുള്ളതുണ്ട്. അതുകൊണ്ട് ഇതല്ല തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം ഞാൻ ഒരു സെക്കൻഡ് കൂടി, പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിയുമായി ഞങ്ങൾക്കൊരു വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ല, ഒരു കാരണവശാലും കഴിയില്ല. BJP-യെ പശ്ചിമ ബംഗാളിൽ കാലുകുത്താനായി ക്ഷണിച്ചു കൊണ്ടുവന്നത് മമതാ ബാനർജിയാണ്. ഗൂർഖാലാൻഡ് എന്നൊരു പ്രത്യേക രാഷ്ട്രം തന്നെ രൂപീകരിച്ചു കൊടുക്കാം എന്ന് തെരഞ്ഞെടുപ്പ് വാഗ്ദാനം നടത്തിയാണ് BJP-യുടെ സ്ഥാനാർത്ഥിയായി ജസ്വന്ത് സിംഗ് ജയിച്ചതെന്നും മറന്നുപോകരുത്. ശരി, ഓക്കെ, ഇനി പറഞ്ഞോളൂ ശ്രീ നൗഷാദ് അലി, പറഞ്ഞോളൂ, എനിക്ക് ക്ലിയർ ആയി.
ഇവിടെ ഞാൻ അഭിലാഷ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോഴത്തെ ഇടതു മുന്നണിയിൽ NCP എന്നൊരു പാർട്ടിയുണ്ട്. അവരുടെ ചിഹ്നം ഘടികാരമാണ്. ആ ഘടികാരം അജിത് പവാറിൻ്റെ BJPയുടെ സഖ്യകക്ഷിയുടെ കയ്യിലാണ് ഇപ്പോഴുള്ളത്. ഈ NCP ഇടതു മുന്നണി കൂടെ കൊണ്ട് നടന്ന് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിന് കൂടെ കൂട്ടി വോട്ട് ചെയ്യേണ്ട പ്രവർത്തിക്കേണ്ട NCP ഏത് NCPയിലാണ്? അവരുടെ ചിഹ്നം ഇപ്പോഴും ഈ ക്ലോക്കാണോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ ഇവിടുത്തെ ഒറ്റ NCPക്കാരൻ ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല. CPMന് മറുപടി ഉണ്ടോ? ഇവിടെ ജനതാദൾ S ഉണ്ട് അവരുടെ സഖ്യകക്ഷിയായിട്ട്. അവർ കർണാടകയിലെ 4-5 സീറ്റിൽ BJPക്കൊപ്പം മത്സരിക്കുകയാണ്. അപ്പോൾ ഇവരെ കൂടെ കൂട്ടിയിട്ടാണ് CPM ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനവും തെരഞ്ഞെടുപ്പ് പ്രവർത്തനവും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇത്തരത്തിൽ എന്ത് ആദർശപരമായ വ്യക്തതയാണ് CPMന് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ളത് എന്ന ചോദ്യത്തിൻ്റെ വലിയ ഉത്തരങ്ങളാണ് ഇതൊക്കെ. CPMനെ സംബന്ധിച്ചിടത്തോളം അവർ ഇന്ന ആളുകൾക്ക് സീറ്റ് കൊടുത്തു, ഇന്ന ആളുകൾക്ക് സീറ്റ് കൊടുത്തില്ല എന്നുള്ളത് അതൊന്നും അല്ല രാഷ്ട്രീയത്തിലെ വളരെ പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയൊന്നും പുറത്ത് വന്നിട്ടില്ലല്ലോ. നിങ്ങൾ അത്തരത്തിലുള്ള ഒരു പെർസ്പെക്റ്റീവിലേക്ക് പോകാൻ, ഒരു മുൻവിധിയോടുകൂടി നിങ്ങൾ ഏതെങ്കിലും സമുദായത്തിന് സീറ്റ് കൊടുത്ത കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യേണ്ട. ഏതായാലും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക വന്നതിന് ശേഷം നിങ്ങൾക്ക് അതിനുള്ള അവസരം ഉണ്ടാകും. അപ്പം നമുക്കത് ചർച്ച ചെയ്യാം. ഇവിടെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒന്ന് വയനാട്ടിൽ രാഹുൽ ഗാന്ധി വരുന്നില്ല എന്ന് വിചാരിക്കുക. മുസ്ലിം ലീഗ് തന്നെ ഇപ്പൊ മലപ്പുറം ജില്ലയിലെ 3 മണ്ഡലങ്ങൾ കൂടി ഉൾപ്പെട്ടതാണല്ലോ വയനാട് ലോക്സഭാ മണ്ഡലം. ഇപ്പൊ മുസ്ലിം ലീഗിന് വയനാടായിരുന്നു താല്പര്യം ഉണ്ടായിരുന്നത്. അവിടെ സിറ്റിംഗ് MP ഇല്ല. എന്നാൽ ലീഗ് ചോദിക്കുന്നു, ലീഗിന് കൊടുക്കുന്നില്ല. ലീഗ് UDFന് എന്തുമാത്രം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെന്ന് നമുക്കൊക്കെ അറിയാം. ഇപ്പൊ ലീഗ് ചോദിക്കുന്നു, ലീഗിന് കൊടുക്കുന്നില്ല. ഇപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സെനാരിയോ അവിടെ നിൽക്കുമ്പോൾ കഴിഞ്ഞ തവണത്തേതുപോലെ N ബ്ലോക്കായിട്ട് ന്യൂനപക്ഷങ്ങൾ കോൺഗ്രസിന് അല്ലെങ്കിൽ UDFന് വോട്ട് ചെയ്യുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നത് എന്ത് അടിസ്ഥാനത്തിൽ നിന്നാണ് എനിക്കറിയേണ്ടത്? അല്ല, നിങ്ങൾ ഈ മുസ്ലിം ന്യൂനപക്ഷം വോട്ട് ചെയ്യുന്നതും UDFനകത്തെ സീറ്റ് വിഭജനവും തമ്മിൽ നിങ്ങൾ ചേർത്ത് കെട്ടേണ്ട. അത്ര ഒരു രാഷ്ട്രീയ വിവേകമില്ലാത്തവരൊന്നും അല്ല കേരളത്തിലെ മലബാറിലേക്ക് മുസ്ലിങ്ങൾ. നിങ്ങൾ ഇനി വയനാട് സീറ്റിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ വയനാട് സീറ്റിൽ 7 അസംബ്ലി മണ്ഡലങ്ങളുണ്ട്. അതിൽ ഇവിടെ തിരുവമ്പാടിയും ഏറനാടും ഒഴികെയുള്ള 5 അസംബ്ലി മണ്ഡലങ്ങളിലും കോൺഗ്രസ്സാണ് മത്സരിക്കുന്നത്. നിലമ്പൂരും വണ്ടൂരും കൽപ്പറ്റയും സുൽത്താൻ ബത്തേരിയും മാനന്തവാടിയും. അപ്പോൾ അതൊക്കെ അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സും അതിൻ്റെ കഥയും ചിത്രവും ഒക്കെ അങ്ങനെയാണ്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചോദ്യത്തിന് ന്യായമുണ്ട്. അതിനെ കോൺഗ്രസ് നേതൃത്വം അഭിസംബോധന ചെയ്തിട്ടുണ്ട്. ആ വിഷയം കെട്ടടങ്ങിയിട്ടുണ്ട്. നാളെ മുസ്ലിം ലീഗ് വിശദീകരിക്കുന്നതോടുകൂടി കോൺഗ്രസ് ദേശീയ നേതൃത്വമായിട്ട് ബന്ധപ്പെട്ട് ആ വിഷയം പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതോടുകൂടി അത് എന്നേക്കുമായിട്ട് കഴിയും. ഇവിടെ മുസ്ലിങ്ങളെ അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെ പരിഗണിച്ചാൽ ഉടനടി കോൺഗ്രസിനെ ന്യൂനപക്ഷ പ്രീണനത്തിന് പാർട്ടിയാക്കുന്ന, മുസ്ലിം ലീഗിന് കീഴടങ്ങുന്ന പാർട്ടിയാക്കുന്ന, കുഞ്ഞാലിക്കുട്ടി കേരളത്തിലെല്ലാം നടത്തുന്ന അതിന് താഴെ ചെന്ന് നിൽക്കുന്ന ആളുകളായിട്ട് കോൺഗ്രസിനെ ചിത്രീകരിച്ച് ഭൂരിപക്ഷ ധ്രുവീകരണം ഉണ്ടാക്കുന്ന പാർട്ടിയാണ് CPM. അതാണ് 2016 UDF വന്ന കുഞ്ഞാലിക്കുട്ടിയും കുഞ്ഞുമാണിയും കുഞ്ഞുഞ്ഞും വരുമെന്ന് പറഞ്ഞത്. 2021 ആയപ്പോൾ കുഞ്ഞുമാണിയെയും കുഞ്ഞുഞ്ഞിനെയും വെട്ടി അമീറും ഹസനും കുഞ്ഞാലിക്കുട്ടിയും വരുമെന്നായി അന്നത്തെ CPMൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറിയുടെ പ്രസ്താവന. ഇത്തരത്തിൽ വർഗീയമാക്കാൻ കാത്തുകെട്ടി തക്കം പാർത്ത് നിൽക്കുന്ന ഒരു പാർട്ടിയാണ് CPM. അവർ സീറ്റ് കൊടുത്തില്ലെങ്കിൽ അവർ ന്യൂനപക്ഷ പ്രീണനവുമായിട്ട് ന്യൂനപക്ഷ ധ്രുവീകരണത്തിനിറങ്ങും. സീറ്റ് കൊടുത്താൽ അവർ ഭൂരിപക്ഷ ധ്രുവീകരണത്തിനിറങ്ങും. എങ്ങനെയായാലും അവർ ചെയ്യേണ്ട ഈ വർഗീയതയുടെ പണി വളരെ കൃത്യമായിട്ട് ചെയ്യും. അതിനെയൊക്കെ മറികടന്ന് തന്നെയാണ് കേരളത്തിലെ വോട്ടർമാർ എല്ലാ കാലത്തും UDFനെ വിജയിപ്പിച്ചിട്ടുള്ളത്, കോൺഗ്രസിനോടൊപ്പം നിന്നിട്ടുള്ളത്. അത് വളരെ കൃത്യമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ നടക്കും. അതിന് ഇവരുടെ മുതലക്കണ്ണീര് കണ്ടിട്ടൊന്നും ഒരു വോട്ടറും വഴിതെറ്റിപ്പോവില്ല അഭിലാഷ്. അതിനകത്ത് ഞങ്ങൾക്ക് യാതൊരു തർക്കവും ഇല്ല.